ഞങ്ങളിപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ മുന്നോട്ട് വച്ചിട്ടുള്ളത് കേരളത്തിലെ ഭരണം NDAയുടെ കയ്യിലാണ് ഭരണമെന്നാണ്. കേരളം BJP ഭരിക്കണം, NDA ഭരിക്കണം. അതിൽ ആ അജണ്ട വെച്ചാണ് ഞങ്ങൾ കൊടുക്കുന്നത്. കുറേ സീറ്റുകൾ MLA ജയിക്കുക എന്നത് മാത്രമല്ല, കേരളത്തിന്റെ ഭരണം സെക്രട്ടേറിയറ്റിൽ അടുത്ത് വരാൻ പോകുന്നത്, സത്യപ്രതിജ്ഞ ചെയ്യാൻ പോകുന്നത് BJP-കാരനായിട്ടുള്ള കേരള മുഖ്യമന്ത്രി ആയിരിക്കണം. ഞാനില്ലാത്ത സമയത്ത് അവിടെ വന്ന് അഘോരി വന്നു. അത് രാജീവ് ചന്ദ്രശേഖർജി ഇറങ്ങുന്ന സമയത്ത് അഘോരി ബാക്കിൽ നിന്ന് പോയി. അദ്ദേഹം തന്നെ ഇന്നലെ പറഞ്ഞിട്ടുണ്ടല്ലോ വ്യക്തമായിട്ട്. സ്വാഭാവികമല്ലേ, ഇത് ആര് വന്നാൽ ഇരിക്കൂലേ? ഒരു പൊതുപ്രവർത്തകൻ നാളെ ഇപ്പം വിദ്യാഭ്യാസ മന്ത്രിയായി ഭരിക്കുന്ന അദ്ദേഹം പറഞ്ഞ വിദ്യാർത്ഥികൾ പേടിച്ചു എന്ന്. അദ്ദേഹം കാണിച്ചിട്ടുള്ള പ്രവർത്തികളാണ് ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ ഇപ്പോഴും ഭയപ്പോടെ കാണുന്നത്. വർഷങ്ങൾ പഴക്കമുള്ളതാണ് ബന്ധങ്ങൾ. ശേഖർജി ഉള്ള കാലത്ത് സ്ഥിരമായി ചാടിക്കാൻ വന്നു. അതെ, ഓക്കെ, എല്ലാവരുടെയും പറയണം, പറയേണ്ട ആവശ്യമൊന്നുമില്ല. ഓക്കെ. ഇരുന്നാൽ കരമന ജയനാണ് രാമനാഥ ശീലം. കരമന ജയൻ സഹായിക്കണം. കരമന ജയൻ ഇപ്പം നമ്മൾ ഇത്തവണ സിറ്റിയിലെ 4 MLA-മാരും BJP-യുടെതാണ്. നഗരസഭാ ഭരണം BJP-യാണ്. അപ്പൊ അതുകൊണ്ട് അഞ്ചൂര് നമ്മളെ പാങ്ങോട്ട് നമ്മളെ ബെറ്റർ ഗവൺമെന്റ് അല്ലേ. ഇപ്പം വരുന്ന ആൾക്കാരുടെ പറഞ്ഞു കരമന ജയിപ്പിക്കാണ് നല്ലത് പറഞ്ഞു. അത് അങ്ങനെ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണം കൊടുക്കുകയാണ് കരമന ജയൻചേട്ടൻ. ഞാൻ കുറെ നേരമായിട്ട് ബാക്കിൽ നടക്കുക, ഇങ്ങനെ ഓടി നടക്കുന്നുണ്ട്. എങ്ങനെയുണ്ട് ഇതുവരെയുള്ള പ്രതികരണങ്ങളൊക്കെ? ഓടി നടന്ന് നമ്മൾ ആരോഗ്യം സംരക്ഷിക്കണം. ഈ സമയത്തൊക്കെ ഓടാൻ പറ്റുള്ളൂ. നിങ്ങൾക്കും മാധ്യമങ്ങൾക്ക് ഓടുന്ന ഈ സമയമാണല്ലോ. പ്രതികരണം BJP-ക്കും NDA-ക്കും അനുകൂലമാണ്. നഗരസഭാ തെരഞ്ഞെടുപ്പിൽ BJP-യെ സ്വീകരിച്ചതുപോലെ ജനങ്ങൾ തുടർച്ചയായിട്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിലും BJP-യെ സ്വീകരിക്കും എന്നുള്ളത് ഞങ്ങൾക്ക് ഉറപ്പാണ്. ജനങ്ങളെ വളരെ പ്രതീക്ഷയോടുകൂടി കാണും. തിരുവനന്തപുരം സിറ്റിയിലെ 4 MLA-മാർ BJP-ക്ക് ഉണ്ടാകണമെന്ന് BJP ആഗ്രഹിക്കുന്നതോടൊപ്പം തന്നെ ജനങ്ങളും ആഗ്രഹിക്കാം. അതാണ് ജനങ്ങളിലുള്ള ഏറ്റവും വലിയ പ്രതികരണം. 4 നഗരസഭ മേയർ BJP-ആയി, ഭരണം BJP-ആയി. അതോടൊപ്പം 4 MLA-മാരും കൂടെ വന്നാൽ നഗരസഭയുടെ ഭരണവും തിരുവനന്തപുരത്തിന്റെ വികസനവും നല്ല രീതിയിൽ കുറച്ച് സ്പീഡായിട്ട് നടത്താൻ കഴിയും. അത് വികസനത്തിന്റെ കാര്യം പറയുമ്പോഴേ ഞങ്ങൾ കഴിഞ്ഞ ദിവസം ജനങ്ങളുടെ പ്രതികരണം അറിയാൻ വേണ്ടി പോയിരുന്നു. അപ്പൊ രാജാജി നഗറിലെ അവിടെയൊക്കെ വെള്ള പ്രശ്നം ഉണ്ടെന്ന് അവരിങ്ങനെ പറയാണ്. ഒരുപാട് ആളുകളോട് പലതവണയായിട്ട് പരാതി പറയുന്നത് ഇതുവരെ പരിഹരിക്കപ്പെട്ടിട്ടില്ല. അവർക്കൊരു ആ വിഷയവുമായി ബന്ധപ്പെട്ട്, ഡ്രെയിനേജിന്റെ പ്രശ്നവുമായി ബന്ധപ്പെട്ട് ഞാൻ ഒരു 4 മാസത്തിന് മുമ്പ് ഞാനും പാർട്ടിയുടെ പ്രവർത്തകരുമായിട്ട് റോഡിൽ കുത്തിയിരുന്ന് അധികാരികളുടെ മുമ്പ് ശ്രദ്ധയപ്പെടുത്തുക. അതോടൊപ്പം ഭരണശിലാ കേന്ദ്രമായ സെക്രട്ടേറിയറ്റിന്റെ ഒരു 500 അടി അകലെയാണ് ഈ രാജാജി നഗർ എന്ന ഒരു വലിയൊരു കോളനി സ്ഥിതി ചെയ്യുന്നത്. പക്ഷേ വർഷങ്ങൾക്ക് മുമ്പ് കണ്ട അതേ രാജാജി, പഴയ ചെങ്കച്ചുള്ള എന്ന് പറഞ്ഞാൽ ആ നഗർ തന്നെയാണ് ഇപ്പോഴും അതേപോലെ നിൽക്കുന്നത്. അത് BJP-ക്ക് ഉത്തരവാദിത്വമില്ല. കാരണം BJP സംസ്ഥാനം ഭരിച്ചിട്ടില്ല. അപ്പൊ സംസ്ഥാനം ഭരിക്കുന്ന സർക്കാരുകൾ മാറി വരുന്നവര് രാജാജി നഗറിനോട് അവഗണനയാണ്. മാറി വന്ന MLA-മാര് രാജാജി നഗറിന് ആ നഗറിനോട് അവഗണനയാണ്. ഇവിടെ അടുത്ത കാലത്ത് ഞാൻ പോയ സമയത്ത്, ഞാനും സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർജി പോയ സമയത്ത് തന്നെ വെള്ളത്തിനടിയിൽ അടിയിലായിരിക്കുന്ന വീടുകൾ, അതോടൊപ്പം വീടുകൾക്കുള്ളിൽ കുട പിടിച്ച് മഴ നനയാതിരിക്കുന്ന കാഴ്ച, ദയനീയമായ കാഴ്ച ഞാൻ കാണുന്നു. അത് കണ്ട ഉടൻ തന്നെ സംസ്ഥാന അധ്യക്ഷൻ ചില നിലപാടുകളെടുത്തു, തീരുമാനങ്ങളെടുത്തു.
അദ്ദേഹത്തിന്റെയും ബി ജെ പിയുടെ സഹായങ്ങൾ അവിടെ എത്തിച്ചിട്ടുണ്ട്. ഇനി ബി ജെ പിയുടെ കോർപ്പറേഷൻ കൗൺസിൽ ബി ജെ പിക്ക് വന്നിട്ടുണ്ട്. ഇനി രാജാജിനാറിന്റെ കോർപ്പറേഷൻ ഭരണ സംവിധാനം എങ്ങനെയൊക്കെ രാജാജിനാറിനെ വികസിപ്പിക്കാൻ കഴിയുമോ ആ തരത്തിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കും. ആ വികസനം സാധ്യമാകുമ്പോൾ തീർച്ചയായിട്ടും രാജാജിനാറിന്റെ കോർപ്പറേഷൻ്റെതായിട്ടുള്ള വികസനവും എംഎൽഎമാര് ബി ജെ പിക്ക് ഉണ്ടാകുന്നതോടൊപ്പം ആത്മാർത്ഥമായി തന്നെ രാജാജിനാറിനെ രക്ഷപ്പെടുത്തിയെടുക്കാൻ സാധ്യമാകും. അത് ജനങ്ങൾക്ക് ഞങ്ങൾ കൊടുക്കുന്ന ഉറപ്പാണ്. അപ്പൊ എന്തായാലും വിജയം ഉറപ്പിച്ചുകൊണ്ടുള്ള ഒരു പോക്ക് തന്നെയാണ് ഇത്. വിജയം എന്നതിനേക്കാൾ തിരുവനന്തപുരത്തെ 4 സ്ഥലങ്ങളും പിടിച്ചെടുക്കും എന്നുള്ള ഒരു ഉറപ്പ് കൂടെ തിരുവനന്തപുരം സിറ്റിക്കകത്തുള്ള 4 നിയോജകമാണ്. ഞാൻ ജില്ലാ അധ്യക്ഷൻ എന്ന നിലയിലാണ് പറഞ്ഞത്. ഞാൻ പ്രവർത്തിക്കുന്ന എന്റെ മേഖല തിരുവനന്തപുരം സിറ്റി ജില്ലയുടെ അധ്യക്ഷൻ. ഞാൻ പറയുന്നു, നേമം, വട്ടിയൂർക്കാവ്, കഴക്കൂട്ടം, തിരുവനന്തപുരം ഈ 4 നിയോജക മണ്ഡലങ്ങളിലും മെയ് മാസം കഴിയുമ്പോൾ ബി ജെ പിയുടെ എംഎൽഎമാരായിരിക്കും. ഉറപ്പാണ്. അതിന് ഈ കോർപ്പറേഷൻ ബി ജെ പി പിടിച്ചു എന്നുള്ളതാണല്ലോ ഇപ്പോ ബി ജെ പി പ്രധാനമായിട്ട് ഈ പ്രചരണങ്ങൾക്ക് ഉപയോഗിക്കുന്നത്. അതായത് ആദ്യം തന്നെ ഒരു സീറ്റ് നമ്മൾ ഉറപ്പിച്ചു കഴിഞ്ഞു, ഇനി അങ്ങോട്ടുള്ള മാറ്റമാണ് എന്ന് പറയുന്നത്. ആ മാറ്റത്തിൽ ജനങ്ങൾ എന്താണ് പ്രതീക്ഷിക്കേണ്ടത്? കാരണം എല്ലാ തിരഞ്ഞെടുപ്പിലും പല വാഗ്ദാനങ്ങൾ വരുന്നുണ്ട്, പലതും നടത്താറില്ല. അപ്പോ ഇനി വരുന്ന ഒരു ഭരണത്തിന് എന്തൊക്കെയായിരിക്കും പ്രതീക്ഷകൾ ജനങ്ങൾക്ക്? ഞങ്ങൾ ഇപ്പൊ ഈ തെരഞ്ഞെടുപ്പില് മുന്നോട്ട് വച്ചിട്ടുള്ളത് കേരളത്തിലെ ഭരണം NDAയുടെ കയ്യിലാണ് ഭരണമെന്നാണ്. കേരളം ബി ജെ പി ഭരിക്കണം, NDA ഭരിക്കണം. അതിൽ ആ അജണ്ട വെച്ചാണ് ഞങ്ങൾ കൊടുക്കുന്നത്. കുറെ സീറ്റുകൾ MLAമാർ ജയിക്കുക എന്ന് മാത്രമല്ല, കേരളത്തിന്റെ ഭരണം സെക്രട്ടേറിയറ്റിൽ അടുത്ത് വരാൻ പോകുന്നത്, സത്യപ്രതിജ്ഞ ചെയ്യാൻ പോകുന്നത് ബി ജെ പിക്കാരനായിട്ടുള്ള കേരള മുഖ്യമന്ത്രി ആയിരിക്കണം എന്നുള്ളതാണ് ഞങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ വെക്കുന്ന അജണ്ട. എന്നാൽ മാത്രമേ കേന്ദ്രം അനുവദിക്കുന്ന പദ്ധതികളും അത് സംസ്ഥാന സർക്കാർ വഴിയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴിയും ജനങ്ങളിലേക്ക് എത്തിക്കാൻ കൂടുതൽ എളുപ്പമാണ്. അതിന് കേരള ഭരണം പിടിക്കുക എന്നുള്ളതാണ്. കാലാകാലങ്ങൾ മാറി മാറി വന്നിട്ടുള്ള LDF UDF സർക്കാരുകൾ കാണിച്ചിട്ടുള്ള അവഗണന, ഈ കേരളത്തോടും കേരളത്തിലെ ജനങ്ങളോടും കാണിച്ചിട്ടുള്ള അവഗണനയ്ക്ക് ഒരു അറുതി വരുത്തണം എന്നുള്ളതാണ് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഞങ്ങളുടെ അജണ്ട. നല്ല പ്ലാനിംഗ് ആണ്. അതാണ് ഞങ്ങളുടെ സക്സസ്. കേരളത്തിന്റെ തലസ്ഥാനമായിട്ടുള്ള തിരുവനന്തപുരം ജില്ല, തിരുവനന്തപുരം നഗരസഭ BJP ഭരണം എന്ന് പറയുമ്പോൾ പലരും അതിശയിക്കുന്നു. ഞങ്ങള് തെരഞ്ഞെടുപ്പ് സമയത്ത് ഭരണം BJPക്കാരനായ മേയർ വരും എന്ന് പറഞ്ഞപ്പോൾ പരിഹസിച്ചവരുണ്ട്, നടക്കാത്ത കാര്യമെന്ന് പറഞ്ഞവരുണ്ട്. പക്ഷേ നടന്നു. ഇപ്പൊ ആരാ മേയർ? BJPയുടെ പ്രവർത്തകനായിട്ടുള്ള BV രാജേഷാണ് മേയർ. BJPയുടെ പ്രവർത്തകയായിട്ടുള്ള ആശാനാഥാണ് ഡെപ്യൂട്ടി മേയർ. 7 സ്റ്റാൻഡിംഗ് കൗൺസിൽ ചെയർമാൻമാര് BJPക്കാരാണ്. തിരുവനന്തപുരം പോലുള്ള ഒരു മഹാനഗരം ഭരിക്കുന്നത് BJPയാണ്. പിന്നെ എന്തുകൊണ്ട് കേരളത്തിൽ അസാധ്യമായി കൂടാ? അതാണ് ഞങ്ങൾ ചോദിക്കുന്നത്. കേരളം പിടിക്കും. ഇതിനിടയിൽ ഒരു ചോദ്യം കൂടെ, അതായത് കഴിഞ്ഞ ദിവസം നമ്മൾ ഒരു അഘോരിയെ കാണാനിടയായിരുന്നു. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് ഇതൊക്കെ ഇത് ആരോപണം. അഘോരിയൊന്നും ഇവിടെ ആരും പിടിച്ചു വരുത്തിയൊന്നുമില്ല. ഇത് അഘോരിയാണോ എന്ന് നമുക്ക് എങ്ങനെ അറിയാം? ഇത് ആസൂത്രണം ചെയ്ത് വിട്ടതോ അങ്ങനെ അറിയാം? കരമന ജയൻ അറിഞ്ഞിട്ടില്ലല്ലോ. കരമന ജയനും ഇവിടുത്തെ BJP ഔദ്യോഗിക നേതൃത്വമോ അറിഞ്ഞില്ല. UP-ന്ന് ജ്യോതി നമ്മളെ ഒന്നും പറഞ്ഞു. കേരളത്തിലെ ജനങ്ങള് വിവരമുള്ളവരാണ്. UP മുഖ്യമന്ത്രി പറഞ്ഞയക്കണമെങ്കിൽ BJPയുടെ ഔദ്യോഗികമായിട്ട് അറിയിച്ച് അതിന് അഘോരിമാരെ പറഞ്ഞയക്കേണ്ട കാര്യമില്ല. UP-യുടെ മുഖ്യമന്ത്രി രാജ്യത്തെ ഏറ്റവും വികസന കാഴ്ചപ്പാട് നടത്തിക്കൊണ്ടിരിക്കുന്ന, എത്രയോ വർഷങ്ങളായി ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മുഖ്യമന്ത്രിയാണ്. അദ്ദേഹം കേരളത്തിൽ വരണമെങ്കിൽ, കേരളത്തിൽ പ്രതിനിധി അയക്കണമെങ്കിൽ അദ്ദേഹം അയക്കുന്നത് BJP MLAമാരെയും MP-മാരെയും BJP നേതാക്കന്മാരാണ്. ഈ അഘോരിയെ ഒന്നും ഇവിടെ യോഗി ആദിത്യനാഥ് അയക്കുന്നില്ല. ഇനി അഥവാ അയക്കണമെങ്കിൽ തന്നെ ഞങ്ങൾ ഔദ്യോഗികമായി അറിയിക്കണ്ടേ? ഞാനില്ലാത്ത സമയത്ത് അവിടെ വന്ന് അഘോരി വന്നു. അത് രാജീവ് ചന്ദ്രശേഖർജി ഇറങ്ങുന്ന സമയത്ത് അഘോരി ബാക്കിൽ നിന്ന് പോയി. അദ്ദേഹം തന്നെ ഇന്നലെ പറഞ്ഞിട്ടുണ്ടല്ലോ വ്യക്തമായിട്ട്. സ്വാഭാവികമല്ലേ, ഇത് ആര് വന്നാൽ ഇരിക്കൂലേ? ഒരു പൊതുപ്രവർത്തകൻ നാളെ ഇപ്പം വിദ്യാഭ്യാസ മന്ത്രിയായി ഭരിക്കുന്ന അദ്ദേഹം പറഞ്ഞ വിദ്യാർത്ഥികൾ പേടിച്ചു എന്ന്. അദ്ദേഹം കാണിച്ചിട്ടുള്ള പ്രവർത്തികളാണ് ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ ഇപ്പോഴും ഭയപ്പോടെ കാണുന്നത്. അദ്ദേഹത്തിന്റെ അടുത്ത് അഘോരി പോയി, അത് ഇറങ്ങി പോകാൻ പറയാൻ പറ്റും? അയാൾ അറിയുന്നില്ല, ഞങ്ങൾ അറിയുന്നില്ല. BJPയുടെ ജില്ലാ കമ്മിറ്റി ഓഫീസിന്റെ മുമ്പിൽ കരമന ജയനെ ജയിപ്പിക്കാമെന്ന് പറഞ്ഞ് ഞാൻ അറിഞ്ഞിട്ടില്ല. ഞാൻ അങ്ങനെ ജയിപ്പിക്കാൻ വരുന്നാൽ ഒരു അത്രയും ഒരു സന്യാസിയാണ് സ്വാഭാവികമായി ഞാനോ പാർട്ടി നേതൃത്വത്തിലുള്ള ആൾക്കാരോ അവിടെ സ്വീകരിക്കാൻ കാണില്ലേ? അപ്പൊ ഇതൊക്കെ പടച്ചു വിട്ട് ഞങ്ങൾക്ക് സംശയം, ഇതൊക്കെ വെറുതെ വേഷം കെട്ടി വിട്ടതാണോ എന്ന് ഞങ്ങൾക്ക് സംശയമാണ്. അതൊന്നും BJPയുടെ വിജയത്തെ ബാധിക്കുന്നതല്ല. BJP സംബന്ധിച്ച് ഇതൊന്നും കണ്ട് പേടിക്കാനൊന്നും പോണില്ല. ന്യൂനപക്ഷങ്ങളെ പ്രീതി പഠിക്കാൻ വേണ്ടിയാണ് ഇത്തരം ആരോപണങ്ങൾ പറഞ്ഞത്. ഞാൻ കേൾക്കട്ടെ, നമ്മളൊന്നും ചെയ്യണ തെറ്റെന്ന് പറയുന്നില്ല. ഇവിടെ എത്രയോ ഇതുപോലത്തെ സന്യാസിമാർ രഹസ്യമായി കാണുന്നില്ലേ? പാസ്റ്റർമാരെ കാണുന്നില്ലേ? ബിഷപ്പുമാരെ കാണുന്നില്ലേ? ഇമാമാരെ കാണുന്നില്ലേ? എന്താ തെറ്റ്? ഞങ്ങളെ തെറ്റായി കാണുന്നില്ല.
ഇപ്പൊ ഞാൻ എനിക്കിവിടുത്തെ പാളയം പള്ളിയായിട്ടും മണക്കാട് പള്ളിയിലെ ഇമാമായിട്ടൊക്കെ ഗഫാർ മൗലവിയും ഇവിടെ സുഹൈബ് മൗലവിയായിട്ടൊക്കെ എനിക്ക് വളരെ ബന്ധമാണ്, വളരെ അടുപ്പമാണ്. ബിഷപ്പിന്റെ നമ്മളെ ക്രിമിസ് തിരുമേനിയായിട്ട് നല്ല ബന്ധമാണ്, നമ്മളെ ഫാദർ യൂജിനായിട്ട് ബന്ധമാണ്, നെറ്റുമായിട്ട് ബന്ധമാണ്. ഇതെല്ലാം തെറ്റൊന്നുമില്ല. അപ്പൊ അവർക്ക് പോകുമ്പോൾ മാത്രം മതേതരത്വം, BJP-ക്കാർ വരുന്ന സമയത്ത് അത് ഹിന്ദു വർഗീയത. ഈ പരിപാടി നടക്കൂല. കേരളത്തിലെ ജനങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞു. തിരുവനന്തപുരത്തെ തീരദേശങ്ങളിൽ പോലും BJP-യുടെ വലിയ മുന്നേറ്റം ഉണ്ടാകാൻ പോയി. 100 കണക്കിന് തീരദേശവാസികളാണ് BJP ചേർന്നിരിക്കുന്നത്, അവർ പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് ഈ പരിപാടിയൊക്കെ പണ്ട് നടക്കുമായിരുന്നു, ഇനി നടക്കില്ല. കേരളം മാറിക്കഴിഞ്ഞു. കേരളത്തിലെ ജനങ്ങളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിയുടെ ജനോപകാരപ്രദമായ പദ്ധതികൾ കേരളത്തിൽ വരണമെന്ന് ആഗ്രഹിക്കുന്നു. അതനുസരിച്ചുള്ള ശക്തമായിട്ടുള്ള മുന്നേറ്റം ഉണ്ടായിരിക്കും, അതിന് സംശയമൊന്നും വേണ്ട. ഞങ്ങളെ തെരഞ്ഞെടുപ്പ് ഇവര് എത്രയൊക്കെ നമ്മളെ പരാജയപ്പെടുത്താൻ ശ്രമിച്ചാലും ഞങ്ങൾ പരാജയപ്പെടുത്താൻ ഇവർ കഴിയില്ല. കാരണം ഇവർ രണ്ടുപേർ UDF-ഉം LDF-ഉം കൂടെ ചേർന്ന് BJP-യുടെ വിജയത്തെ തടസ്സപ്പെടുത്താൻ ശ്രമിച്ചാലും BJP-യുടെ സംഘടനാ ബലവും വർദ്ധിച്ച ജനപിന്തുണയും ഞങ്ങൾക്ക് കരുത്താണ്. ആ കരുത്തില് ഇവർ ചേർന്ന് നിന്നാൽ പോലും BJP-ക്ക് അതിജീവിക്കാനുള്ള ശക്തിയുണ്ട്, സംഘടനാ ബലമുണ്ട്, ജനങ്ങളുണ്ട്. എന്തായാലും വലിയ മാറ്റം, വലിയ വിജയ പ്രതീക്ഷ അത് തന്നെയാണ് മുന്നോട്ട് വെക്കുന്നത്. പൂർണ്ണമായിട്ടുള്ള ഒരു വിശ്വാസമുണ്ട്, വിജയിക്കുമെന്നുള്ള വിശ്വാസമുണ്ട്. അഘോരിയുമായിട്ടുള്ള വിഷയത്തിൽ ഒരു കൃത്യമായിട്ടുള്ള ഒരു മറുപടി കൂടെ കരമന ജയൻ നൽകുകയാണ്. ഇതൊന്നും തങ്ങൾക്ക് അറിയുന്ന കാര്യമല്ല, ഇതൊക്കെ ആരോ മനഃപൂർവ്വം പടച്ചു വിടുന്നതാണ്, അല്ലെങ്കിൽ തങ്ങളെ ഭയന്നുകൊണ്ട് ഇത്തരത്തിൽ ഓരോ വ്യാജ പ്രചാരങ്ങൾ നടത്തുകയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്.